ഈവനിംഗ് മലയാളം തുടരുന്നു. തൃശൂരിൽ കള്ളവോട്ട് ചെയ്തുവെന്ന വ്യാജ പ്രചാരണത്തിൽ BJP നേതാവിനെതിരെ പരാതിയുമായി കുടുംബം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ വ്യാജ പ്രചാരണം നടത്തുന്നതായാണ് പരാതി. അനീഷ് കുമാർ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെയും കുടുംബത്തെയും അപമാനിക്കുന്നു എന്ന് കുറ്റൂർ സ്വദേശി വേണുഗോപാലാണ് പരാതിപ്പെട്ടത്. എനിക്ക് ഒരു വോട്ടേ ഉള്ളൂ. ഞാൻ ഇന്ത്യ മഹാരാജ്യത്തിൽ താമസിക്കുന്ന ആളെ എനിക്ക് ഒരു വോട്ടുണ്ട്. ഞാൻ ഒരു വോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ജനിച്ച അന്ന് മുതൽ ഈ തൃശ്ശൂർ മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിലെ ജീവിച്ചിട്ടുള്ള ആളാണ്. ജനിച്ചതും പഠിച്ചതും വളർന്നതും എല്ലാം ഇവിടെയാണ്. ഞാൻ നേരത്തെ ഒല്ലൂക്കരയായിരുന്നു, അതിപ്പോൾ അയ്യന്തോളയ്ക്ക് മാറി. പിന്നെ ശേഷം 96 മുതൽ ഞാൻ അയ്യന്തോള താമസിക്കുന്നത്. കള്ളവോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാനൊരു റിട്ടേണിംഗ് ഓഫീസറായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളാണ്. പരാതി കൊടുത്തിട്ടുണ്ട്. വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഈ വിവരങ്ങൾ പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, എന്തായിരുന്നു ഈ ആരോപണത്തിനിടയായ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതിക്കിടയായ സാഹചര്യം? ഹർഷൻ, തൃശ്ശൂരിലെ വോട്ട് ചോദ്യ വിവാദത്തിന് പിന്നാലെ നിരവധി ആരോപണങ്ങളും തെളിവുകളും ഒക്കെയായി പല വാർത്തകളും വന്നിരുന്നു. ഇതിനിടയിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മുൻപ് ജില്ലാ പ്രസിഡന്റുമായിരുന്ന KK അനീഷ് CPM പ്രവർത്തകരുടെ സഹായത്തോടുകൂടി ഈ കുറ്റൂർ സ്വദേശിയായിട്ടുള്ള CPM അനുഭാവിയായിട്ടുള്ള വേണുഗോപാലനും അതോടൊപ്പം തന്നെ ഭാര്യ ലീനയും കള്ളവോട്ട് ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ഇവരുടെ വോട്ടർ ID ചിത്രങ്ങളടക്കം ഈ പോസ്റ്റിൽ കള്ളവോട്ട് ചെയ്തത് സഖാക്കളാണ് ഇവർ എന്നുള്ള പോസ്റ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം പ്രചാരണം നടത്തുകയും ചെയ്തു. എന്നാൽ മുൻപ് സർക്കാർ ഉദ്യോഗസ്ഥരായും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ റിട്ടേണിംഗ് ഓഫീസറായി പ്രവർത്തിച്ചിരുന്ന താൻ കള്ളവോട്ട് ചെയ്തിട്ടില്ല, തൃശ്ശൂർ തന്നെയുള്ള സ്ഥലത്ത് തന്നെയാണ് താൻ സ്ഥിരമായി വോട്ട് ചെയ്തിരുന്നതെന്നും അതോടൊപ്പം തന്നെ നേരത്തെ താമസിച്ചിരുന്ന വീട് വിൽപ്പന നടത്തി ആദ്യം ഇൻലാൻഡ് ഉദയ എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റിലേക്ക് വാടകയ്ക്ക് മാറുകയും പിന്നീട് മകൾക്കൊപ്പം താമസം ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടയിൽ തന്റെ വോട്ട് ഒരു സ്ഥലത്തേക്ക് മാറിയിട്ടില്ല. താൻ എത്തിയ അതേ സ്ഥലത്ത്, താൻ ഇതുവരെ ചെയ്തിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് വോട്ട് ചെയ്തത്. പക്ഷേ ഇത് തെറ്റിദ്ധരിച്ചിട്ടോ അല്ലെങ്കിൽ വ്യാജ പ്രചരണം നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ തന്റെയും ഭാര്യയുടെയും ചിത്രങ്ങൾ സഹിതം അനീഷ് കുമാർ ഫേസ്ബുക്കിൽ വ്യാജ പ്രചരണം നടത്തി അപമാനിച്ചു എന്നുള്ളതാണ് വേണുഗോപാലിന്റെ പരാതി. ഈ തൃശ്ശൂർ വെസ്റ്റ് പോലീസിലാണ് ഇത് സംബന്ധിച്ച് ഇന്ന് പരാതി നൽകിയിരിക്കുന്നത്. അപകീർത്തിപ്പെടുത്തി അപമാനിച്ചു എന്നുള്ളതാണ് വേണുഗോപാലിന്റെ പരാതി. എന്നാൽ അനീഷ് കുമാർ ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഹർഷൻ, ലെവിനാണ് വിവരങ്ങൾ നൽകിയത്.